So welcome to my YouTube channel. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സ്കിൻ കെയർ ആണ് ഗൈസ്. സ്കിൻ കെയർ അല്ല, സെൽഫ് കെയർ ആണ്. അപ്പോൾ അതിൽ സ്കിൻ കെയർ എല്ലാം വരുമായിരിക്കും. ഞാൻ എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. സോ വൺസ് അഗെയിൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് തുടങ്ങാം. ലെറ്റ്സ് ഗോ. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ കുറച്ച് കാര്യം പറയാം. ഇതേ വണ്ടി വന്നി എൻ്റെയും കുട്ടി പോകുന്നു. ഓക്കെ, ഞാനപ്പോൾ ഈ പറഞ്ഞ സെൽഫ് കെയർ ഒന്നും വല്ലപ്പോഴേ ചെയ്യാറുള്ളൂ, എപ്പോഴും ചെയ്യാറില്ല, അതാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ പറഞ്ഞു പോയി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് സെൽഫ് കെയറെല്ലാം ചെയ്യാം. അപ്പം ഇന്ന് എനിക്കിങ്ങനെ വെറുതെ വന്നപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാമെന്ന് തോന്നി. വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചെന്ന് തോന്നി. എല്ലാം കൂട്ടിയാണ്. ഓക്കെ, സ്പീഡ് കൂട്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യാം. നല്ല ചൂടാണ്. പിന്നെന്താ, ഞാൻ കുറേ പ്രൊഡക്ട്സ് ഒക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അത് വല്ലപ്പോഴും മേടിച്ച സമയത്ത് എപ്പോഴും ഉപയോഗിക്കായിരുന്നു. പിന്നെ ഇപ്പോൾ ഒന്നും ഉപയോഗിക്കൂല. അപ്പോൾ നമുക്ക് അതൊക്കെ പൊടി തട്ടിയിടുക, ആ പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്ത് നോക്കാം. ഓക്കെ, പിന്നെ എൻ്റെ മുടിയൊക്കെ ഒരു മാതിരി എനിക്ക് പനിയൊക്കെ കുറഞ്ഞു വരുന്നേ ഉള്ളൂ. അപ്പം നമുക്കിന്ന് നല്ല രീതിയിൽ സെറ്റായി കുളിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. ബംഗാളികൾ. ഓക്കെ, അപ്പം നമുക്ക് അത് ചെയ്യാം ഗൈസ്. ഓക്കെ ഗൈസ്, എൻജോയ്. അപ്പം നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പം നമ്മൾ മുടിയൊക്കെ ഇട്ട് വെച്ച് ഗൈസ്. ഭയങ്കര ചൂട്. ഞാൻ അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി മുടി വെച്ചിട്ടാണ്. സോ നമുക്ക് ഫസ്റ്റ് ചെയ്യാൻ സെൽഫ് കെയറിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നഖം വെട്ടുക ഗൈസ്. എന്താ റോഡിൻ്റെ അടുത്തായതുകൊണ്ട് സൗണ്ട് ആണ് കേട്ടോ, വണ്ടിയുടെ സൗണ്ട് ഇഗ്നോർ ചെയ്തേക്കാം. സോ ഓക്കെ, കമ്മിങ് ബാക്ക് ടു ദോസ് ന്യൂസ്. ഓക്കെ, അപ്പം എൻ്റെ നഖം ഭയങ്കര വൃത്തികേടായിട്ടാണ് വളരണത്. ഒരു ലെവലില്ല അത് വളരണത്. എനിക്ക് ഫ്രഞ്ച് ന്യൂസ് ഒക്കെ ഭയങ്കര ഇഷ്ടം. പക്ഷെ ഇത് ഒരുമാതിരി വളരുമ്പോൾ കുടിഞ്ഞങ്ങോട്ട് പോകും. സോ നമുക്ക് നല്ല രീതിയിൽ വെട്ടി കൊടുക്കാം. വളരട്ടെ, സമയമുണ്ടല്ലോ. സോ നമുക്ക് അതാദ്യം ചെയ്യാം. ഓക്കെ, കണ്ടെൻ്റെ ഫേസ് കണ്ടോ ഫേസ് കുറേ കുരു പ്രാരാബ്ദം. അത് കുരു എന്താ വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് എൻ്റെ കയ്യിലിരിപ്പുകൊണ്ടും പിന്നെ ഞാൻ ഫേസ് വാഷ് യൂസ് ചെയ്യണ്ടേ, സാലിസിലിക് ആസിഡ്. അപ്പം അത് 200 രൂപയുടെ അടിയിലങ്ങണ്ട വന്നെ. അപ്പോൾ ഒരു പ്രാവശ്യം കണ്ടും വണ്ടി പൈസ ഉണ്ടായില്ല മേടിക്കാൻ. സോ ഞാൻ ചന്ദ്രികയുടെ, കുറ്റം പറയണല്ല, ചന്ദ്രികയുടെ ഫേസ് വാഷ് എടുത്തു. ഞാൻ 60-70 രൂപ കണ്ടുള്ളൂ. അപ്പം ലാഭമാണ് എൻ്റെ മൈറ്റി. ഞാൻ എപ്പോഴും ലാഭേശാണ്. സോ ലാഭം നോക്കി മേടിച്ചാണ്. പക്ഷേ ഇത്ര ഒരുപാട് കുരു. ഇപ്പം നല്ല ഹാപ്പി ആയിട്ടുണ്ട്. ഞാനാണ് ഇപ്പം ആ ഫേസ് വാഷ് നോക്കിയിട്ട് കാണുന്നില്ല. അതൊക്കെ സ്റ്റോക്ക് ഔട്ട് എന്നൊക്കെ കാണിക്കണം. ഓക്കെ, കം ബാക്ക് ടു ആ ലൈൻ. സോ നമുക്കത് നെയിൽസൊക്കെ വെട്ടാം ഗൈസ്. ഞാനത് വെട്ടിയിട്ട് കാണിക്കാം. ഞാൻ പല കോപ്രായം കാണിച്ചേക്കും വെട്ടണം. സോ അത് ഇഗ്നോർ ചെയ്യണം ഗൈസ്. സോ ഞാൻ വെട്ടിയിട്ട് കാണിക്കാം. ഹലോ, അപ്പോൾ നമ്മൾ നെഗൊക്കെ വെട്ടിയിട്ടുണ്ട് ഇത്രയൊക്കെ. പക്ഷേ വണ്ടി ഉച്ചക്ക് ഇവിടെ വണ്ടി കുറവായിരിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ ഫ്രണ്ടിൽ വന്നത്. പക്ഷെ വെട്ടിയപ്പോൾ ഒരു മനസ്താപം, ഇത്ര വെട്ടണ്ടായിരുന്നു. കാലിലെ വെട്ടി കാല് പൊക്കാൻ പറ്റില്ല. ആൻഡ് ഇതേ ഗൈസ്, എൻ്റെ അപ്പോൾ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. ഫ്രണ്ടിലേക്ക് നോക്കിയാൽ ഇവിടെ നമ്മുടെ മക്കളാണ്. ഞങ്ങൾ കഴിഞ്ഞിട്ടുള്ള മക്കളാണ്. ഇത് 10 കേട്ടോ, 6 ഉണ്ടോ, 6 കണ്ടുണ്ട്. സോ അതാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മളെന്ത് കഴിഞ്ഞു, നെയിൽസ് കഴിഞ്ഞു. ഇവിടെ എഴുതി കാണിക്കണം എനിക്ക്. ഓക്കെ, നമുക്ക് അടുത്ത സ്ഥലത്ത്. ഓക്കെ, ഹലോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത ചെയ്യാൻ പോകുന്നത്, നമുക്ക് എണ്ണ ഇടാം. മുടിയിൽ എണ്ണ ഇടാം ഗൈസ്. അപ്പോൾ പ്ലീസ് ഇഗ്നോർ ദിസ് ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, ഇവിടെ അപ്പം ഞാൻ വെട്ടന്വേഷണത്ത് ഇവിടെ ഉള്ളൂ കുറച്ച് എങ്കിലും വെട്ടം. അങ്ങോട്ടൊക്കെ ഇത്തിരി ഇട്ട് പോയിട്ടുണ്ട്. നമ്മുടെ ഓക്കെ, സോ ലെറ്റ്സ് കണ്ടിന്യൂ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മുടി പാർട്ടീഷൻ ചെയ്യാം. സോ ഞാൻ പിടിക്കണം. സോ
ഞാൻ ഇത് യൂസ് ചെയ്യുന്ന ഇത്രയും വലിയ കോമ്പണൻസ്. ഈ കോമ്പ് യൂസ് ചെയ്യണത് നല്ലതാണ്, ബുദ്ധിയുള്ള ആരോ പറഞ്ഞത്. സോ ഞാൻ വിചാരിച്ചു ഓക്കെ നമുക്കങ്ങനെ ചെയ്യാം. ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തിട്ടൊരു 2-3 കൊല്ലമാണുള്ളത്. നമുക്ക് ഈ ജട അത് കളയാൻ വേണ്ടിയിട്ട് നല്ലതാണ്. പറഞ്ഞു തരില്ല. നമുക്കിതൊക്കെ ഒന്ന് സെറ്റിലാക്കാം. കാരണം സമയമെടുക്കും. നമുക്ക് പാർട്ടീഷൻ ചെയ്ത് കണ്ടില്ലേ. ഇനി എങ്ങനെയാണ് പാർട്ടീഷൻ ചെയ്യണം. അപ്പം നിങ്ങൾ ആയിരിക്കും പിന്നെ ഞങ്ങൾ പിന്നെ ഇങ്ങനെ അല്ല പക്ഷെ എനിക്കറിയില്ല. ഞാൻ നോൺസെൻസ് ടോക്ക് ഉണ്ടല്ലോ ഗീസ്. ഓക്കെ നമുക്ക് നോൺസെൻസ് എടുത്തിട്ട് കം ടു സീരീസ്. ഓക്കെ സോ നമുക്ക് ഞാൻ ഇതൊന്ന് ചട വന്നിട്ട് ഗീസ് വെയിറ്റ് ഇപ്പം. സോ നമ്മൾ മുടിയുടെ ചടം ഗീസ്. എനിക്ക് ഇത്രയും ലെങ്ത്തോളം, എനിക്ക് കുറേ വേണമെങ്കിൽ ഇത്രയെങ്കിലും ഉണ്ടാവും. ഇതിന് ഒട്ടും തിക്നെസ്സിൽ ഇത്രയുള്ളൂ. പിന്നെ മുടി വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് പറത്തിട്ടിട്ടുണ്ടെങ്കിൽ കുറേ ഉള്ളത്. അപ്പം ഞാൻ മ്യൂട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ടിക്ക് നിർത്തി. അപ്പം ഞാനിവിടെ ഒരു ഹെയർ ഓയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആൻഡ് ഞാനൊരു ഹെയർ ഓയിലിൻ്റെ കഥ പറയാൻ പോയിട്ടുണ്ടെങ്കിൽ കുറേ ഉണ്ടാവും. അതിന് തന്നെ വേറെ വ്ലോഗ് നമ്മൾ എടുക്കേണ്ടി വരും. സോ സ്കിപ്പ് ഇറ്റ്. ഓക്കെ ഇതപ്പോൾ ഞാൻ ഉണ്ടാക്കിയേക്കുന്നത് കണ്ട ഗീസ് ഈ ഒരു കളറാണ്. കണ്ട നല്ലൊരു പച്ച കളർ. ഇത്ര സാധനം എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. ഇവിടെയൊക്കെ വെട്ടിട്ടുണ്ട്. എനിക്ക് വെട്ടുന്ന സംഭവമുണ്ട്. എനിക്ക് മുടി സ്വന്തമായിട്ട് ഞാൻ വെട്ടും. ഞാൻ തന്നെയാണ് എൻ്റെ ബ്യൂട്ടീഷ്യൻ. എന്നാൽ അതുകൊണ്ട് ഇത് ഇങ്ങനെ ചെയ്യും പറഞ്ഞു. ഓക്കെ നമ്മൾ പിന്നെ വഴിയോട്ട് ശ്രദ്ധിക്കുന്നു. ഓക്കെ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ തുളസി, പിന്നെ നമ്മുടെ പനിക്കൂർക്ക ആൻഡ് ഉലുവ കത്തിപ്പോയി, അതാണ് കറുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതൊക്കെ തലയിൽ തേച്ച് പിടിപ്പിക്കുക. ഹെയർ ഓയിലിൻ്റെ കഥ വേണമെങ്കിൽ പറഞ്ഞുതരാം. ഞാനതിന് ഹെയർ ഓയിൽ യൂസ് ചെയ്യണം. ആദ്യമൊക്കെ കുഞ്ഞിലൊക്കെ അമ്മ ഈ സവാള ഉള്ളിയാണ് ഇതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ സാധനം ഉണ്ടാക്കി തരും. നല്ലായിരുന്നു. അപ്പോഴൊക്കെ ഈ 2 സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ സൈഡാണ്. അതങ്ങനെ ആയിരിക്കും. പിന്നെ അങ്ങനെ വല്ലപ്പോഴൊക്കെ, പിന്നെ വലുതായപ്പോൾ പിന്നെ കുറച്ച് വെളിച്ചെണ്ണ തലയിലിടും, കുളിക്കും, ദാറ്റ്സ് ഇറ്റ്. പിന്നെ ഹെയർ കെയർ ചെയ്യണം എന്നുള്ളൊരു ഇതൊക്കെ വന്നപ്പോൾ കുറേ എണ്ണകൾ യൂസ് ചെയ്തു. ഞാൻ മറ്റേ പാരച്യൂട്ടിൻ്റെ ആയുർവേദിക് ആദ്യത്തെ ആഴ്ചയൊക്കെ ഭയങ്കര തേച്ച് കുളി ഇതൊക്കെ. പിന്നെ മതി. പിന്നെ എന്നിട്ടിരിക്കും മുടി കൊഴിച്ചിലായി. പിന്നെ ഞാൻ ആയുർവേദത്തിൻ്റെ ഒരു സംഭവം ഉണ്ട്. അത് നല്ലായിരുന്നു കേട്ടോ. വൈദ്യാമൃതം എന്ന് പറഞ്ഞിട്ട് അത് നല്ലായിരുന്നു. പക്ഷെ അത് കണ്ടിന്യൂസ് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. എനിക്കത് അത്ര അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നെക്കൊണ്ട്, ലൈക്ക് അറിയാലോ. സോ ഐ തിങ്ക് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. സോ അങ്ങനെ ഉണ്ടാക്കിയ ലൈക്ക് നമുക്ക് സിമ്പിൾ കാര്യം കൊണ്ട് ഉണ്ടാക്കുന്ന സാധനമാണല്ലോ. സോ നമുക്കത് ഇത് തന്നെ വല്ലപ്പോഴൊക്കെ ചെയ്യാം. അതൊക്കെ വല്ലപ്പോഴും തോന്നുമ്പോൾ ചെയ്യണം. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ സ്കാൽപ്പിൽ പെറ്റിക്കൊടുക്കാം. ഇതൊക്കെ ഫുൾ പെറ്റിട്ട് വെച്ചിട്ട് ഞാനപ്പോൾ ഇട്ട് കേസ് ഇവിടെ ഒന്നും അധികം പറ്റില്ല. നമുക്കങ്ങനെ മെസ്സേജ് കൊടുക്കുക. ഇതിങ്ങനെ ഉണ്ടാക്കാം. ഇങ്ങനെയല്ല കേട്ടോ മസാജ് ചെയ്യും. എനിക്ക് പിന്നെ ഇങ്ങനെ കഴിയുമ്പോൾ ഇവിടെയൊക്കെ എത്തുമല്ലോ എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. സോ നമുക്ക് ടിപ്പ് വരെ അപ്ലൈ ചെയ്യാം. വെരി പോർ. സോ നമുക്കിത് കെട്ടി വെക്കാം ഗീസ്. സോ നമുക്ക് ബാലൻസ് എണ്ണയുണ്ട്. ഇത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയുടെ നല്ല. സോ നമുക്ക് ഇത് കാലിലും കയ്യിലും പുറത്ത് എന്നിട്ട് ഞാൻ വരാം. ഓക്കെ എന്നിട്ട് നമുക്ക് സ്കിൻ കെയർ ചെയ്യാം ഗീസ്. കണ്ട കുറേ വെളിച്ചെണ്ണ എടുത്തപ്പോൾ കൂടിപ്പോയി. നമ്മുടെ അടുത്ത് പറയണ്ട. ഓക്കെ അപ്പം നമുക്ക് സ്കിൻ കെയർ ആയി ഗീസ്. കയ്യിലൊക്കെ തുടച്ചാൽ സ്കിൻ കെയർ ചെയ്യുന്നു. കാരണം എനിക്ക് കറക്റ്റ് പൊട്ടോട്ടോല്ലോ എനിക്കൊരു പിമ്പിള്. ഓക്കെ അപ്പോൾ പൊട്ടോട്ടോയിൽ എനിക്ക് കുരു വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കുരുങ്ങിയിരുന്നു. ബ്ലഡില്ല.
എല്ലാം തെക്കോട്ടും തെക്കോട്ടും. ഓക്കെ. സോ ഞാൻ വെളിച്ചെണ്ണ മുഖത്തൊറ്റാന്ന് വേറെ ഒന്നുമല്ല, എൻ്റെ ഒന്നാമത് ഓയിലി സ്കിന്നിന്, ഇനി അതും കൂടി പറ്റി കുരു കൂട്ടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ. അപ്പം നമുക്ക് സ്കിൻ കെയർ ചെയ്യാം. ഞാൻ ഇപ്പോൾ ഒരു മാസ്ക് ഇടാമെന്ന് വിചാരിച്ചാൽ ക്ലേ മാസ്ക് ഇടണേ. പിന്നെ കുറച്ച് വീഡിയോസൊക്കെ നേരത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ കുറച്ച് മാസ്ക് ഒക്കെ മേടിച്ചിട്ടുണ്ട്. ഡോട്ട് ആൻഡ് കി, ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ഡോട്ട് ആൻഡ് കിയിലുണ്ട് സ്കിൻ കെയർ. അപ്പം കാരണം എനിക്ക് സൺസ്ക്രീൻ നല്ലതായിട്ട് തോന്നി. വൈറ്റമിൻ സി പ്ലസ് ഇ സെറവും സൺസ്ക്രീനും മോയ്സ്ചറൈസറും ആ ഒരു ആൾക്കാരുടെ നല്ലതായിരുന്നു. ആൻഡ് ഓൾസോ സിസിയ നയസിനമൈഡ് ഇതും നല്ലതായിരുന്നു. കാക്കിയൊന്നും ഉണ്ടായിട്ട് പ്ലീസ്. ഓക്കെ, ഇതൊക്കെ നല്ലതായിരുന്നു. ആൻഡ് സോ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് സിസിയുടെ ഒക്കെ നയസിനമൈഡ് നല്ല മാറ്റായിട്ടിരിക്കും. ഇങ്ങനെ മറ്റേതാണെങ്കിൽ ഇത്തിരി ഗ്ലോ. ഇതെൻ്റെ പണ്ടോ ഹായ് പറ. പാണ്ടോടെ മക്കൾ കയറിയാണ്. സോ നമുക്ക് ഫേസ് ഒന്ന് വാഷ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ ഫേസ് വാഷ് ഇപ്പം കിട്ടില്ല, കറൻ്റ്ലി ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. സോ ഞാനപ്പോൾ എന്ത് ചെയ്തു, വേറെ സോപ്പൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്, പിന്നെ എന്തിലൊക്കെ ആവുമെന്ന് ചോദിച്ചിട്ട് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഡോക്കിൻ്റെ സാൽസ്ലിക്കിൻ്റെ ബാർ സോപ്പാണ് മീൻസ്. ഞാൻ കാണിച്ചിട്ടുണ്ട്, അൺബോക്സ് ചെയ്യാനൊക്കെ കാണിച്ചിട്ടുണ്ട്. അതെനിക്ക് യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊക്കെ തോന്നിയായിരുന്നു. സോ നമുക്ക് അത് വെച്ചിട്ട് ഫസ്റ്റ് തന്നെ നമുക്ക് എക്സ്ട്രീം ആയിട്ടുള്ള ഓയിലൊക്കെ എടുത്തുകളയാം. സോ ഞാനൊന്ന് ഫേസ് വാഷ് ചെയ്തിട്ട് വരാം. ഇതൊരു പാട്ടേറ്റിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഇതൊന്നും ആവണില്ലേ. എനിക്ക് നന്നായിട്ട് പതഞ്ഞൊക്കെ ഇഷ്ടം ഗീസ്. ഇതൊന്നും ആവണില്ല. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സോപ്പിൻ്റെ പോലെ. അവളെ കാണിക്കാത്തോ. നമുക്ക് ഇവിടേക്ക് ഇടാം. വാഷ് ചെയ്തിട്ട് സോ നമ്മൾ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാം കഴിഞ്ഞപ്പോൾ എടുത്ത തോർത്തെടുത്തില്ലെങ്കിൽ ഇതിനകത്തേക്ക് ഇടാൻ മതിയോ. ശരി, നമുക്കത് ഇങ്ങനെ കളയാം. എക്സീവായിട്ടുള്ള വെള്ളമൊക്കെ. ഇതാണ് ഞാൻ പറഞ്ഞ കാണാൻ വരുന്നത്, ഞാൻ പറഞ്ഞ ക്ലേ മാസ്ക്. ഇത് നല്ലതാണ് കേട്ടോ. ഇത് ആക്നെ ഡിഫെൻസ് ചെയ്യും, പൊല്യൂഷൻ പ്ലസ് ആക്നെ ഡിഫെൻസ് എന്നാണ് പറയുന്നത്. ഗ്രീൻ ക്ലേ മാസ്കാണ് എനിക്കിഷ്ടമായിട്ട് തോന്നി. അപ്പോൾ നമുക്കിത് ഇടാം. ഇതിനൊരു സ്പൂണുണ്ട്, എനിക്ക് ആ സ്പൂൺ ഇഷ്ടം. പക്ഷെ നല്ലൊരു സ്പൂൺ. ഇത് തൊട്ടിട്ടില്ല, കണ്ടായിരിക്കണണ്ട. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടപ്പോൾ പിന്നെ നമ്മൾ ക്ലേ മാസ്ക് ഒക്കെ കട്ടിയില്ലെന്ന് പറഞ്ഞത്. ഇനി ഞാൻ ആദ്യമൊക്കെ ക്ലേ മാസ്ക് ഇട്ടുകൊണ്ടുവന്നത് ചെടുക്കും, എന്നിട്ട് വെള്ളം വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തേക്കും. ഞാൻ അത്ര വിശ്വസിക്കുകയാണ് ഗീസ്. തുറക്കാൻ വെള്ളം. നമുക്കപ്പോൾ ഇരിക്കണം. ഇത് ഭയങ്കര അതൊരു ബാണിങ് സെൻസേഷനൊക്കെ ഉണ്ടാവും കേട്ടോ. ഒരു കാര്യം ചെയ്യാം, ഞാൻ അത് ഫുള്ള് ഇട്ടിട്ട് വരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കും ഗീസ്. ഞാനൊന്നും പറയില്ല, പിന്നെ കുറേ കോപ്രായം കണ്ടിട്ട് അത്. സോ ഞാനത് ഫുൾ അപ്ലൈ ചെയ്തിട്ട് വരാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ ആയില്ലേ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇത്ര ഇട്ടിട്ടുള്ളൂ. നല്ല തണുപ്പുണ്ട്, കുറച്ച് ബേണിങ് സെൻസേഷൻ. ഓക്കെ, അതൊക്കെ വിടാം. പിന്നെ കാണണ്ട ഗൈസ്. ഓക്കെ, നമുക്കൊരു ലിപ് സ്ക്രബും കൂടി ഇടാം. ഞാൻ ലിപ് സ്ക്രബ് മേടിക്കണത് എല്ലാത്തിനും ഓരോ കഥകളാണ്. അതാ എനിക്ക് തോന്നണത് എൻ്റെ സൺബേണേ, ലിപ്സിൽ സൺബേൺ അടിച്ച് അപ്പോൾ ഭയങ്കര വേദനയും പൊട്ടലൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ വെറുതെ നോക്കിയപ്പോൾ നല്ല SPF ഉള്ള ലിപ് ബാമും അതുപോലെ തന്നെ നല്ലൊരു സ്ക്രബും യൂസ് ചെയ്യണം നല്ലതെന്ന് പറയും. അപ്പം ഞാൻ ലിപ് ബാം ഞാൻ SPF ഉള്ള നല്ലൊരു ലിപ് ബാം മേടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ SPF ഉള്ള ഞാൻ മേടിക്കാറുള്ളത്. പിന്നെ ഞാൻ മേടിച്ച സ്ക്രബാണ് ഷുഗർ സ്ക്രബും, അതും ഡോട്ട് ആൻഡ് കിയാണ്. യൂസ് ചെയ്തിട്ട് നല്ല മാറ്റം ഉണ്ടായിരുന്നു. ഗോഡ് പ്രോമിസ്, ഞാൻ തള്ളയല്ല, സത്യമായിട്ടും നല്ല മാറ്റം ഉണ്ടായിരുന്നു.
സോ ഞാൻ അതാണ് കാണിക്കാൻ പോണത്. ഇതിന് വലിയ ഭംഗിയൊന്നുമില്ല, ഞാൻ പൊട്ടിച്ച് കളഞ്ഞു. ഇതും ഡോട്ടാനിയുടെ ഇതിൽ വരുന്നത് കൊക്കോബീൻ, പെപ്പർമിൻ്റ് ഓയിൽ, ഇതൊക്കെ നല്ലതായിരിക്കും. ഇതിനെക്കുറിച്ച് വല്ല അറിവൊന്നുമില്ല, പക്ഷെ ഇത് ഉപയോഗിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത്. സോ നമുക്ക് ഇതും ഇട്ടുകൊടുക്കാം. ഇത് ഇതും പച്ച, ഫുൾ പച്ച. എനിക്ക് ഈ പ്രാവശ്യം പച്ചയിൽ ഞാൻ പിടിച്ചേക്കാം. സോ നമുക്കിത് ഇട്ട് നോക്കട്ടെ, ഇട്ട് കൊടുക്കാം. ഈ ഒരു സ്പൂൺ യൂസ് ചെയ്ത്. അയ്യോ, ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. പിന്നെ ഇതൊക്കെ 15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് എന്തോ വാഷ് ഔട്ടാണ്. സോ അത് വാഷ് ഔട്ട് ചെയ്തിട്ട് വന്നിട്ടെടുക്കാം. ഓക്കെ, ഇത് നമുക്ക് ഇടാം. ഹായ അടച്ചില്ലെങ്കിൽ ഹായയുടെ ഉള്ളിലേക്ക് ഇറക്കുക. പിന്നെ നല്ല ഷുഗറിനെ കൊണ്ട് പിന്നെ ക്രീംസ്. വീഡിയോ വരുമ്പോൾ ഭൂതം പോലെ ഇരിക്കണ്ടത്. പിന്നെ ഫോണിന് അത്രയും ക്ലാരിറ്റി ഇല്ല ഈസ്. പക്ഷെ നല്ല വീടൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ഫോണാണ്, അല്ലെങ്കിൽ എല്ലാ രസമില്ല. പക്ഷേ എല്ലാ വീഡിയോ എടുക്കണം ഈ ഫോണിലാണ്. സോ ഐ ആം സോ ഹാപ്പി വിത്ത് ദിസ് ഫോൺ. ആൻഡ് ഇത് ഞാൻ ഹൈഫൈ കൊണ്ട് അടിച്ചാണ് ഗൈസ്, വലിയ രൗദരിത്തി മേടിച്ചത്. കേട്ടാ അല്ല, എൻ്റെ പൈസ കണ്ടു അടിച്ചേ. ബൈക്ക് ഇതിപ്പോൾ റോഡ് അടുത്തായത് കൊണ്ട് നല്ല സൗണ്ട് ഉണ്ടാവും. സോ യു ഹാവ് ടു പ്ലീസ് എക്സ്ക്യൂസ്. സോ നമുക്ക് ലിപ്സ്റ്റിക് വിട്ട് ഇത് കഴുകിയിട്ട് നമുക്ക് വെക്കാം. ഈ കാറ്റക്കടിക്കുമല്ലോ, നല്ല തണുപ്പായ ഉറക്കം വരും. കുറച്ചുകൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ ഷോപ്പിട്ടിലാക്കാം. ബിക്കോസ് ഈ നട്ടുച്ചൊക്കെ കുളിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നല്ല പോലെ നിൽക്കണം. നാളെ ഇനി എണിക്കാൻ പറ്റുമെന്നോ, എനിക്കാണെങ്കിൽ ഇൻറ്റേർണൽസ് അടയ്ക്കണം. ഈ എല്ലായിടത്തൊന്നുമില്ല, പറയുമ്പോൾ ഒരു ഗമ വേണമല്ലോ. സോ നമുക്കൊരു 50 മിനിറ്റ്സ് ആയിട്ട് വരാം. സോ 15 മിനിറ്റ് ആയില്ല ഗൈസ്, വെയിറ്റ് ചെയ്യണം. എനിക്ക് ഭയങ്കര ഒരു ആക്കണം, പെട്ടെന്ന് കഴുകിക്കളയാൻ ആൻഡ് കഴുകിക്കളയാം. ഉണങ്ങി അപ്പം ഞാൻ ഒരു കലർഫുൾ വെള്ളം കൊടുത്തിട്ടുണ്ട്, നമുക്ക് കഴുകിക്കളയാം. ഞാൻ ഇങ്ങനെയാണ് കഴിയണത്. ആദ്യം ഇത് കഴിക്കളയുന്നത് തുടങ്ങിയില്ല, ഇത് തീർക്കാം. കുറച്ചേ മറ്റേ മാസ്കോ അതിലെ മാസ്കോ പോലെ ഇല്ല. ഇത് ഇങ്ങനെ വന്നാൽ ശരിയാണ്, കാരണം ഇത് കഴിയില്ല. അപ്പം ഞാൻ ഭൂതത്തിന് പോലെ ഞാൻ അപ്പോൾ ഫുൾ കഴുകിയിട്ട് വരയ്ക്കും. അത് നമുക്ക് ബാക്കി സംസാരിക്കാം. അപ്പോൾ നമ്മൾ ഫേസൊക്കെ വാഷ് ചെയ്തു, മാക്സിമം വാഷ് ചെയ്ത് തുടങ്ങി. കുളിക്കുമ്പോൾ വരിക, കുളിക്കാമെന്നുള്ള കണ്ട ഗൈസ്, എനിക്കത് ഇഷ്ടപ്പെട്ടു. ഇത് ഇട്ടപ്പോൾ നല്ലൊരു എക്സ്പ്രഷൻ കണ്ട് പേടിക്കണ്ട, നല്ലൊരു നല്ലൊരു കൂളിങ് സെൻസേഷൻ. നല്ല രസമുണ്ട്, കൊള്ളാം. ഞാൻ ആക്ച്വലി ഇതിന് മുന്നേ ഉണ്ട് കേട്ടോ, ആദ്യമൊക്കെ ഐസ് വെച്ച് ഐസ് റോൾ ചെയ്യുമായിരുന്നു. ഇപ്പം ഭയങ്കര മടിയാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ടാണ് കുറേയൊക്കെ എൻ്റെ വേഷം കെട്ടുകൊണ്ട് തന്നെയാണ് എൻ്റെ ബോഡിയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. സോ ഓക്കെ, അപ്പോൾ നമ്മൾ ഫേസ് ഇത്രയും ചെയ്യുള്ളൂ. അതിന് മുന്നേ എനിക്ക് ഫേഷ്യൽ റേസ് ചെയ്യണമെന്നുണ്ടായി. പക്ഷേ എല്ലാം ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് നമുക്ക് വേറെ ദിവസം ചെയ്യാം. ആ ഒരു ആവേശം അടങ്ങി വരണം. അപ്പോൾ ആവേശം ഫുള്ളായിട്ട് കിടന്നതിന് മുമ്പ് കുളിക്കുക, അല്ലെങ്കിൽ ഞാൻ മടിച്ചിരിക്കും. സോ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, എനിക്ക് പ്രൊഡക്ട്സൊക്കെ ഓരോന്നും യൂസ് ചെയ്യാനൊക്കെ ഇഷ്ടം, പലതും പർച്ചേസ് ചെയ്യാനും ഇഷ്ടമാണ്. പക്ഷെ ഞാൻ കൂടുതലും മേടിക്കണതും എനിക്ക് ചേരാത്ത കുറേ സാധനങ്ങളായിരുന്നു. ആദ്യമൊക്കെ മേടിക്കുമ്പോൾ എനിക്കറിയില്ലായിരുന്നു. പിന്നെ ഞാൻ ഓരോന്നും ഗൂഗിൾ ചെയ്തും അങ്ങനെയൊക്കെ കണ്ടുപിടിച്ചാൽ ഞാൻ ഓരോ പ്രൊഡക്ട്സ് മേടിച്ചു തുടങ്ങി കേട്ടോ. അപ്പം ഞാൻ ഈ ഷാമ്പൂ ഒക്കെ ആയാലും പണ്ടൊക്കെ ക്ലിനിക്കാണ് യൂസ് ചെയ്യുന്നത്, അറിയാമല്ലോ, ലാഭേശാണ് ഞാൻ. സോ അതുകൊണ്ട് തന്നെ ഞാൻ പാൻറ്റി അങ്ങനത്തെ ഷാമ്പൂസൊക്കെ യൂസ് ചെയ്ത്. ഡവിൻ്റെ ഒരു കണ്ടീഷണർ ഉണ്ട് 5 രൂപയുടെ,
പ്ലസ് കണ്ടീഷണറും ഷാമ്പു വരുന്നത്. അതൊക്കെ നല്ലതായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു നമുക്കൊന്ന് ഇത്തിരി കൂടി ഡെവലപ്പ് ആവാമെന്ന് വിചാരിച്ചിട്ട് മേടിച്ചൊരു സാധനമാണ് ഇത്. കെറ്റോകണസോളിൻ്റെ ബോഡി വേസിൻ്റെ പ്രൊഡക്ട്സ് ഒക്കെ നല്ലതാണ്. പക്ഷെ ഇത്തിരി കോസ്റ്റ്ലി ആണെന്നുള്ളത്. എനിക്കാണെങ്കിൽ അത് എപ്പോഴും അഫോർഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാൻ ആ ഒരു ടൈമിൽ എനിക്ക് ഡാൻഡ്രഫ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, ഇത് അടുപ്പിച്ച് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 6 മാസത്തേക്കൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല റിസൾട്ട് ഉണ്ട് ആക്ച്വലി. നമ്മുടെ ഡാൻഡ്രഫൊക്കെ നല്ല രീതിയിൽ പോവും. പിന്നെ ഇതിപ്പോൾ യൂസ് ചെയ്യണം, കാരണം എനിക്കത് കഴിഞ്ഞ് വേണ്ട. പിന്നെ എനിക്ക് ഒരു ദിവസം പൈസ തന്ന ടൈമിലാണ് എനിക്ക് മുടി ഇങ്ങനെ ഭയങ്കര സ്മൂത്തായിട്ട് കിടക്കണം. ഒരാഴ്ച കൊണ്ട് എനിക്ക് മുടി നല്ല രീതിയിൽ സ്മൂത്തായി കിടക്കണം. അപ്പോൾ ആ ഒരു മൈൻഡൊക്കെ വന്ന ടൈമിൽ മേടിച്ചതാണ് ഈ ഒരു കെരാറ്റിൻ ഷാമ്പു. അത് ബോഡി വൈസിൻ്റെ തന്നെയാണ്. അതിൻ്റെ തന്നെ കണ്ടീഷണർ മേടിച്ച് കുറച്ച് പൈസ ഉണ്ടായി. 1000 രൂപ അടുത്തൊക്കെ വന്നു. നല്ല അതാണ്. അപ്പം എനിക്കപ്പോൾ കറക്റ്റ് അപ്പോഴേ എൻ്റെ ഒരു ഷാമ്പൂടെ ഒരു കറക്റ്റ് എനിക്കായിട്ടില്ല. പക്ഷെ ഇത് യൂസ് ചെയ്തിട്ട് നല്ലതാണ് കേട്ടോ. ഇത് 2 യൂസ് ചെയ്തത് നല്ലതാണ്. പിന്നെ കെറ്റോകണസോൾ എപ്പോഴും യൂസ് ചെയ്തിട്ടില്ല എന്ന് വെച്ചിട്ടാണ്. പിന്നെ എനിക്കിതിപ്പോൾ പ്ലിക്സ് ട്രൈ ചെയ്യണമെന്നുണ്ട് ഗൈസ്. ഇതൊക്കെ ഒരുമാതിരി ഇത് കഴിയാറായിട്ടുണ്ട്. ഇത് കഴിയാറാകുമ്പോഴേക്കും നമുക്ക് പ്ലിക്സ് യൂസ് ചെയ്യാം. അതിൻ്റെ റോസ്മേരിയുടെ ഷാമ്പൂ കണ്ടീഷണർ എന്തോ 500 രൂപയുടെ താഴെ വരുള്ളൂ. ഞാൻ ഒരാൾക്ക് മേടിച്ചു കൊടുത്തായിരുന്നു, അവർ പൈസ ഇട്ട്. അങ്ങനെ അപ്പം എനിക്കത് ഇഷ്ടപ്പെട്ട്, കണ്ടിട്ടും നല്ല രസമായിട്ടൊക്കെ തോന്നുന്നുണ്ട്. ഇട്ടാലും നല്ലതായിരിക്കും തോന്നുന്നുണ്ട്. സോ അപ്പം ഞാൻ കുളിച്ചിട്ട് വരാം, അല്ലെങ്കിൽ ഞാൻ പ്രസവം ഇങ്ങനെ നീണ്ടു പോവും. ഓക്കെ, അപ്പം ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് ബാക്കി ഞാൻ വിശേഷം പറയാം. ഓക്കെ. സോ നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി ആഫ്റ്റർ കെയർ ചെയ്യാം. ഐ ആം ടു മച്ച് ഇൻട്രസ്റ്റഡ് ടു ഡു മൈ ആഫ്റ്റർ കെയർ. സോ ചുമ പനി ഇതൊക്കെ മാറി വരുന്നതുണ്ട. ഞാൻ വെള്ളം ചൂടുവെള്ളം കുടിച്ചോണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ഡെഡ് ആവും. എൻ്റെ സൗണ്ടൊക്കെ നല്ല സൗണ്ട് ഉണ്ട്. അതൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ പറയും. ഓക്കെ. സോ ഞാൻ തലയിൽ നിന്ന് ഇറങ്ങപ്പോൾ ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. കഥാ കുറേ ഇടും. വേറെ ഒന്നല്ല, എനിക്ക് തുമ്മലൊക്കെ എൻ്റെ പാരമ്പര്യമുള്ള സുഹൃത്തുക്കളാണ്. ആൻഡ് ഓൾസോ ദീസ് കൈൻഡ്സ് ഓഫ് ഫ്രണ്ട്സ്, യു നോ. ഓക്കെ. അപ്പം ഞാൻ ആഫ്റ്റർ കെയർ ചെയ്യാം. ഫസ്റ്റ് തന്നെ നമുക്കിപ്പോൾ മുടി നന്നായിട്ട് തോർത്തിയിട്ട് ഞാനൊന്ന് കോന്തിയിട്ടിട്ട് വരാം. കോന്തിയിടാൻ മനസ്സിലായില്ല, ഇങ്ങനെ ഇതാക്കിയിട്ടില്ലേ. സോ എന്നിട്ട് ഞാനിതിൻ്റെ മുടി കാണിച്ചു തരാം. അപ്പം എങ്ങനെ ഇരിക്കും, മിക്സി അടിക്കണത് നശിപ്പിച്ച് ഞാൻ അപ്പം ചെയ്തിട്ട് വരാം ഗൈസ്. അല്ലെങ്കിൽ കൂടുതൽ സമയം പോകും. സോ വീഡിയോ അത് അങ്ങനെ ലാഗായിപ്പോയി. സോ യു ഹാവ് ടു ഔട്ട് ദാറ്റ്. സോ ഞാൻ മുടിയൊക്കെ കൊന്തി ഗൈസ്. എൻ്റെ മുടി കാണിച്ചു തരാം. വലിയ മെനൊന്നും ഉണ്ടാവില്ല. ഇത്ര വന്നൊന്നും മുടി ഒട്ടൂല. അപ്പം അത്ര ഉള്ളായിരുന്നു ഹെയറിന്. നമുക്കപ്പം ഫേസ് ഒന്നും ചെയ്യാൻ ഗൈസ്. അപ്പം നമ്മൾ തലയിൽ കുളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടീഷണർ നല്ലതാണെന്ന് തോന്നുന്നല്ലേ, പറഞ്ഞിരിക്കില്ല. എനിക്ക് അതൊന്നും അറിയില്ലായിരുന്നു. ആദ്യം എനിക്ക് കണ്ടീഷണർ ഇടുമ്പോൾ ഓക്കെ. അപ്പോൾ ഞാൻ കണ്ടീഷണർ ആദ്യം യൂസ് ചെയ്യുന്ന ടൈമിൽ എനിക്ക് നല്ല രീതിയിൽ മുടി പോകുമായിരുന്നു. ഞാൻ വിചാരിച്ചപ്പോൾ കുറേ മുടി പോകണമെന്നാണ് ചോദിച്ചത്. പക്ഷേ ഷാമ്പു യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ടും കണ്ടീഷണർ ഒന്നും പിന്നെ എനിക്ക് മനസ്സിലായത്. ഇപ്പം ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ, നല്ലതാണ്. അപ്പം നമ്മുടെ ഹെയറിൻ്റെ ഏകദേശം പരിപാടി കഴിഞ്ഞു. നമുക്കിനി ഫേസിൽ നമുക്ക് സൺസ്ക്രീൻ ചെയ്യണം. ഇത് മാത്രമേ ഉള്ളൂ ഞാൻ ഇടണമെന്ന് വിചാരിച്ചത്. ഇതിൻ്റെ കളർ ഒരു ഗ്രീൻ കളറാണ് ഞാൻ ഇപ്പോഴും അറിയണം. ആവേശത്തിൽ ഇതിൻ്റെ എടുത്തപ്പോൾ കൂടിപ്പോയി. നമുക്ക് എല്ലാ സ്ഥലത്തും ഇടാം. ബ്ലെൻഡ് കൊടുക്കത്തല്ലിയിലൊക്കെ. ഇപ്പൊ ഉച്ചക്ക് അങ്ങനെ ഇങ്ങളും ജോലിക്കാര് അങ്ങനത്തെ വീട്ടിലേക്കൊക്കെ പോകണം കൊണ്ട് ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും. എനിക്കാണെങ്കിൽ ഇവിടെ നല്ല രീതിയിൽ ലൈറ്റ് ഇട്ടുള്ളൂ. ഈ വീഡിയോ വൃത്തികേടാവും. സോ യു ഹാവ് ടു എക്സ്ക്യൂസ് ദീസ് കൈൻഡ്സ് ഓഫ് സ്റ്റഫ്. ഓക്കെ. സോ നമ്മൾ സൺസ്ക്രീൻ ഇട്ട് പിന്നെ ഞാൻ ഇടണത് ഇതാണ് ഗൈസ്, ഈ ലിപ് ബാം. ഇത് നല്ലതാ. ഇത് ഇഷ്കെയറിൻ്റെ കേട്ടാ. വിഷ്കെയറിൻ്റെ ഞാൻ അൺബോക്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നല്ലതാണ്, അത്യാവശ്യം നല്ലതാണ്. SPF ഒക്കെ ഉണ്ട്. ആൻഡ് അപ്പം അത്രയുള്ളൂ നമ്മുടെ സ്കിൻ കെയർ, ആഫ്റ്റർ കെയർ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പം
അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻ്റ് ഇട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സോ അപ്പം ബൈ. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം ഗൈസ്.